Good morning. Today we are discussing about axiomatic approach to probability. Probability theory, what is meant by axiomatic approach? That is what is discussing here. Okay. Okay. It is a rule which associates to each event a real number P of A which satisfies the following three axioms. അതായത് പ്രോബബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന മൂന്ന് കണ്ടീഷൻസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഫോർ എനി ഇവൻറ്റ് എ P of A greater than or equal to 0 ആയിരിക്കും. പ്രോബബിലിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടാമത്തെ ആക്സിയം എന്ന് പറയുന്നത് P of S is equal to 1. അതായത് total probability is always equal to 1. മൂന്നാമത്തെ ആക്സിയം എന്ന് പറയുന്നത് if A1, A2 and etc. AN are finite number of disjoint events. ഡിസ്ജോയിൻ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 ആണ്. ഡിസ്ജോയിൻ്റ് എന്ന് വെച്ചാൽ A1 ഇൻ്റർസെക്ഷൻ A2 ഇസ് ഈക്വൽ ടു 5 ആണ്. അതായത് അതിന് കോമൺ ആയിട്ടുള്ള ഒരു നമ്പർ പോലും അതിനകത്ത് കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ പി ഓഫ് A1, A2 എക്സെട്ര AN എന്ന് പറയുന്നത് പി ഓഫ് A1 പ്ലസ് പി ഓഫ് A2 എക്സെട്ര പി ഓഫ് AN ആയിരിക്കും. സം ഓഫ് ദി പ്രോബബിലിറ്റീസ് ആയിരിക്കും. അതെ. ഇനി സം ബേസിക് തിയറംസ്, അതായത് പ്രോബബിലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് തിയറംസ് ആണ്. ഇത് നമ്മൾ സാധാരണ പ്രോബ്ലം ചെയ്യുമ്പോഴും എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ഒക്കെ ആവശ്യം വരുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ്, നൾ ഇവൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. രണ്ടാമത്തെ തിയറം എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ദി കോംപ്ലിമെന്ററി ഇവന്റ് എ കോംപ്ലിമെന്റ് ഓഫ് എ ഇസ് ഗിവൺ ബൈ പി ഓഫ് എ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ. അപ്പോൾ ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കോംപ്ലിമെന്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാനൊരു ഡൈ ടോസ് ചെയ്യുമ്പോഴത്തെ സാമ്പിൾ സ്പേസ് നമുക്കറിയാം. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഇവന്റ് അൻ ഈവൻ നമ്പർ ആണെന്ന് വിചാരിക്കാം. പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് ആൻ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2, 4, 6 ആണ് ഇതിനകത്ത് ഈവൻ നമ്പർ. അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്നത് 3 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് 6 ആണ്. സോ ദ പ്രോബബിലിറ്റി ഈസ് 1/2. ഇനി എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഈവൻ നമ്പർ അല്ലാത്തത്, അതായത് നമുക്ക് കിട്ടേണ്ടത് ഓഡ് നമ്പർ ആണ്. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഈവൻ നമ്പർ ചെയ്യാം. അതൊരു പോസിബിലിറ്റി ആണ്. അതാണ് ഇവിടെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് 1 മൈനസ് 1/2 ഇസ് ഈക്വൽ ടു 1/2 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ ഇവിടെയൊക്കെ സിമ്പിൾ എക്സാമ്പിൾ ആയതാണ്. നമുക്ക് ഓഡ് നമ്പേഴ്സ് കൗണ്ട് ചെയ്തെടുക്കാം. 1, 3, 5 ആണ് ഓഡ് നമ്പേഴ്സ്. അപ്പോഴും പ്രോബബിലിറ്റി 3/6 കിട്ടുമെന്ന് നമുക്കറിയാം. ഓക്കെ. ഇനി ഫോർ എനി ടു ഇവൻറ്റ്സ് എ ആൻഡ് ബി പി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ്. ഈ ചെറിയ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. P of A complement, this is very important. A complement intersection B is equal to P of B minus P of A intersection B. ഇപ്പം ഇവിടെ ഏതിനാണോ കോംപ്ലിമെന്റ് ഇല്ലാതെ കിടക്കുന്നതെന്ന് നോക്കുക. അപ്പം ബിക്കാണ് കോംപ്ലിമെന്റ് ഇല്ലാതെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? P of B മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എടുക്കണം. കോംപ്ലിമെന്റ് ഇല്ലാതെ കിടക്കുന്നത് മൈനസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ ബി. അതേപോലെ എ ഇന്റർസെക്ഷൻ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ ഇവിടെ കോംപ്ലിമെന്റ് ഇല്ലാതെ കിടക്കുന്നത് എ ആണ്. സോ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ. ഇനി നാലാമത്തെ തിയറി എന്ന് പറയുന്നത് ഇഫ് എ ആൻഡ് ബി ആർ ടു ഇവൻറ്റ്സ് സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ഇഫ് ദിസ് കണ്ടീഷൻ ഈസ് ഗിവൺ
എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നുള്ള കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ ദെൻ പി ഓഫ് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്, P of B intersection A complement is P of B minus P of A. അപ്പം ഈ ഒരു കണ്ടീഷൻ സബ്സെറ്റ് കണ്ടീഷൻ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. സബ്സെറ്റ് കണ്ടീഷൻ തന്നിട്ടുള്ള കേസിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. ഇനി ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ, ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ ആണെങ്കിൽ എ ആണ് വലിയ സെറ്റ് അല്ലെ, ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി യെക്കാട്ടിലും കൂടുതലായിരിക്കും. എ ആണ് വലിയ സെറ്റ്, ബി ആണ് ചെറിയ സെറ്റ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റിയും ഗ്രേറ്റർ ആയിരിക്കും. എ എന്നുള്ള ഇവന്റിന്റെ പ്രോബബിലിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ദി ഇവന്റ് ബി. ഇനി അടുത്ത തിയറം, ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ അതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരു എലമെന്റ് പോലും ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡയറ്റ് ഓസിന് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക, 2, 4, 6. ബി എന്ന് പറയുന്നത് എന്താണ്, ഈ ഓഡ് നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക, 1, 3, 5. ഈ കേസിൽ നോക്കിക്കേ, ഈ കേസിൽ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് പോലും ഇല്ല. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/2 ആണ്, 1/2 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 1/2 ആണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഓൾസോ ഈക്വൽ ടു 1/2. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റും ഈക്വൽ ടു 1/2 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ട്, അപ്പൊ ഇവിടെ വരുമ്പോൾ ഈക്വൽ ആണ് വരുന്നത്. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി 5 ആണെങ്കിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഈ കണ്ടീഷൻസ് ഒക്കെ നോട്ട് ചെയ്യണം. എ സബ്സെറ്റ് ഓഫ് ബി, ബി സബ്സെറ്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ആ കൂടെ കണ്ടീഷൻസും കൂടെ തന്നിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അപ്പൊ കണ്ടീഷൻസ് വരുന്ന കേസിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ലോ ഓഫ് അഡീഷൻ ഓഫ് പ്രോബബിലിറ്റീസ്. അഡീഷൻ ലോ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വേർ എ ആൻഡ് ബി ആർ ടു ഇവന്റ്സ് ദാറ്റ് ആർ നോട്ട് ഡിസ്ജോയിന്റ്. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഒരിക്കലും 5 അല്ല എങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഈസ് നോട്ട് ഈക്വൽ ടു 5. അപ്പൊ അത് ഓൾറെഡി ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് സ്ലൈഡിലാണോ എന്നറിയത്തില്ല. ഓക്കെ, ഇതാണ് A1, A2, ANR ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്ജോയിന്റ് ഇവന്റ്സ്. അപ്പം അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നോട്ട് ഡിസ്ജോയിന്റ് ആണെങ്കിൽ രണ്ടെണ്ണവും, അതായത് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5 ആണെങ്കിൽ, എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു 5 ആകുന്ന കേസിൽ വി ക്യാൻ ഡിഫൈൻ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ plus probability of B minus probability of A intersection B, where A and B are any two events that are not disjoint. That സമയം A intersection B equal to 5 ആണെങ്കിൽ we can redefine this as probability of A union B is equal to probability of A plus probability of B. അതായത് ഡിസ്ജോയിന്റ് ആണെങ്കിൽ എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എയുടെ പ്രോബബിലിറ്റി പ്ലസ് ബിയുടെ പ്രോബബിലിറ്റി ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇഫ് ഫ്രം എ പൈക്ക് ഓഫ് കാർഡ്സ് എ സിംഗിൾ കാർഡ് ഈസ് ഡ്രോൺ, വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഐദർ എ സ്പേഡ് ഓർ എ കിങ്? ഇറ്റ് ഈസ് ഐദർ എ സ്പേഡ് ഓർ എ കിങ്. ഓർ എന്നാണ് വന്നിരിക്കുന്നത്. ഐദർ എ കിങ്. ഓർ എന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഓർ എന്ന് പറയുന്ന നൊട്ടേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂണിയനെയാണ്. ആൻഡ് എന്ന് പറയുന്ന വേർഡിങ്സ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടെങ്കിൽ അത് ഇന്റർസെക്ഷനെയാണ്. അപ്പൊ ഇത് രണ്ടെണ്ണത്തിന്റെ യൂണിയൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ
പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് ഈസ് പെയ്ഡ് എന്നുള്ളതിന് എ ആയിട്ട് എടുക്കുക, പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് കിങ് എന്നുള്ളതിനെ ബി ആയിട്ട് എടുക്കുക. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കുക. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ സ്പെയ്ഡ് കാർഡ്. നമുക്കറിയാം ഒരു കാർഡിനകത്ത് 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്പെയ്ഡ് ഉണ്ട്, ഹാർട്സ് ഉണ്ട്, പിന്നെ എന്താണ് ഡയമണ്ട്സ് ഉണ്ട്, പിന്നെ പറഞ്ഞാൽ ക്ലബ്സ് ഉണ്ട്. ഓക്കെ, 4 ടൈപ്പ് ഉണ്ട്. സ്പെയ്ഡ്സ്, ഹാർട്സ്, ഡയമണ്ട്സ്, ക്ലബ്സ്. ഓക്കെ, ടോട്ടല് 52 കാർഡ്സ് ആണ്. ടോട്ടല് 52. അപ്പൊ ഇത് 4 ടൈപ്സ് ഉള്ള കാരണം എല്ലാത്തിൻ്റെയും 13 എണ്ണം വീതം ഉണ്ടായിരിക്കും അല്ലേ? 13 കാർഡ്സ് വീതം ഉണ്ടായിരിക്കും. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ സ്പെയ്ഡ് കാർഡ് എന്ന് പറയുന്നത് 13/52 ആയിരിക്കും. സ്പെയ്ഡ് 13 എണ്ണം ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒരെണ്ണം ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കറിയാം 13 C1 ഡിവൈഡഡ് ബൈ 52 C1 ആണ്. 13 C1 എന്ന് വെച്ചാൽ 13 തന്നെയാണ്. സോ 13/52. ഇനി അടുത്തത് കിങ് എന്ന് പറയുന്നത് എത്ര കിങ് ആണോ ഉള്ളത്? 4ന്റെയും ഈ സ്പേഡിന്റെ ഒരു കിങ് ഉണ്ട്, ഹാർട്സിന്റെ ഒരു കിങ് ഉണ്ട്, ഡയമണ്ട്സിന്റെ ഒരു കിങ് ഉണ്ട്, ക്ലബ്സിന്റെ ഒരു കിങ് ഉണ്ട്. അപ്പൊ 4 ടൈപ്പിന്റെയും ഓരോ കിങ്സ് ഉണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് 4 കിങ്സ് ആണുള്ളത്. 4 കിങ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ ഒരെണ്ണത്തിനെ ചൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദിസ് ഈസ് സെയിം ആസ് 4C1 ഡിവൈഡഡ് ബൈ 52 C1 which is equal to 4/52. ഇനി either a spade or a king, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് either a spade or a king. സോ പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B. ഓക്കെ, ഇതിനകത്ത് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് 5 അല്ല. കാരണം എന്താണ്? ഈ സ്പെയ്ഡ് കിങ് ഉണ്ടല്ലോ, സ്പെയ്ഡ് കിങ്ങിന്റെ തന്നെ സ്പെയ്ഡ് കാർഡൂടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് കോമൺ ആയിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 5 അല്ല. എ ഇന്റർസെക്ഷൻ ബി ഈസ് നോട്ട് ഈക്വൽ ടു 5. അതായത് എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിന്റ്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. That is equal to A intersection B എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് എക്കകത്ത് വരുന്നത് സ്പെയ്ഡ് കാർഡ്സ് ആണ്. പിന്നെ അടുത്തതിനകത്ത് വരുന്നത് ബി എന്ന് പറയുന്നത് കിങ് ആണ്. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. സോ 13/52 പ്ലസ് 4/52 മൈനസ് ഇതിന്റെ വാല്യൂ വരുമ്പോഴത്തേനെ ഫൈനൽ ആൻസർ ഈസ് 4/13. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഓക്കെ that is this is equal to probability of A into probability of B not equal to 5 ആയത് കാരണം. ഓക്കെ, that is axiomatic and the addition theorem on probability. Okay, thank you.